ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സ്മൂത്തി ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്, വാൾനട്ട്, പിന്നെ ഓട്സ് 1 ടീസ്പൂണ്, പീനട്ട് ബട്ടർ, ഹണി. അപ്പം ഈ ഹണി നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്, മഞ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഈജിപ്തിൽ പോയിട്ട് വന്നപ്പം അവരുടെ വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള തന്നെ ടേസ്റ്റാണ്. അതിനെ നമുക്ക് വെറുതെ കഴിക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പം ആ ജാറിലോട്ട് ഫസ്റ്റ് നമുക്ക് റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കാവേ. അപ്പം ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആൽമണ്ടും വാൾനട്ടൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 ആൽമണ്ടും 4 വാൾനട്ടുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഡിന്നറായിട്ട് ഒക്കെ ചോറൊക്കെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു സ്മൂത്തി ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. ഓട്സിൻ്റെ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാവേ. കുറച്ചും കൂടി നമുക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കൂടെ വെള്ളം ചേർക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പീനട്ട് ബട്ടർ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ. അപ്പോൾ ഇനി പീനട്ട് ബട്ടർ ആർക്കെങ്കിലും ഇഷ്ടമില്ല, എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. പീനട്ട് ബട്ടർ ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിനി അടുത്തിടേണ്ടത് ഹണിയാണ്. നല്ല പ്യുവറായിട്ടുള്ള ഹണിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ പിന്നെ ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബും വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ജസ്റ്റ് നമ്മളൊന്നിത് അടിച്ചിട്ട് അങ്ങനെ നമുക്ക് നേരിട്ട് കുടിക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുവാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് എന്താണേലും പറയണം. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് നമുക്ക് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു വട്ടം കൂടെ ലാസ്റ്റ് ഒന്നും കൂടെ ഒരു ലിസ്റ്റ് കൊടുത്തേക്കാവേ. അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ. അപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. അപ്പം ഇനി എന്തെങ്കിലും ഇതുപോലുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.